ഒരിടവേളയ്ക്ക് ശേഷം ഗോദ്ര തീവണ്ടി തീവപ്പും ഗോദ്രാനന്തര കലാപവും നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചയാവുകയാണ്. അയോധ്യയിലെ പൂർണ്ണാഹുതി യജ്ഞം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന രാമഭക്തർക്ക് ഗുജറാത്തിലെ ഗോദ്ര തീവണ്ടി സ്റ്റേഷനിൽ സംഭവിച്ചത് എന്താണ്? ശത്രുരാജ്യവും പ്രാദേശിക ഇസ്ലാമിക ഭീകരവാദികളും നടത്തിയ ഗൂഢാലോചനയുടെ ഇരകളായി എങ്ങനെയാണ് ഈ 59 രാമഭക്തർ മാറിയത്? അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്കാണ് തീവണ്ടി നീങ്ങിയിരുന്നത്. പഞ്ച്മഹൽ ജില്ലയിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ് എത്തിയത് ഫെബ്രുവരി മാസം 27-ാം തീയതി രാവിലെ 7:43-നാണ്. 2000-ഓളം യാത്രക്കാർ തീവണ്ടിയിലുണ്ടായിരുന്നു. ഭൂരിപക്ഷവും അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന രാമഭക്തരായിരുന്നു. ഗോദ്ര തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങിയ സബർമതി എക്സ്പ്രസ് പക്ഷേ 700 മീറ്റർ അകലെ വലിയൊരു ജനക്കൂട്ടം തടയുകയാണ്. ഹാജി ബിലാൽ എന്ന പ്രാദേശിക മുസ്ലിം നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ട്രെയിൻ തടഞ്ഞത്. ഇവരുടെ കൈകളിൽ മാരക ആയുധങ്ങൾ ഉണ്ടായിരുന്നു. കാഫിറുകളെ കൊല്ലാനും ബിൻ ലാദന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാനും ഇവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. ട്രെയിൻ പൂർണ്ണമായി നിർത്തിയതോടെ പിന്നീട് രൂക്ഷമായ ആക്രമണമായിരുന്നു. ആസിഡ് ബൾബുകളും തീപ്പന്തങ്ങളും ഇവർ ട്രെയിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. S5, S6, S7 എന്നീ 3 കോച്ചുകളാണ് ഭീകരർ ലക്ഷ്യമിട്ടത്. കാരണം ഈ 3 കോച്ചിലെയും യാത്രക്കാരെല്ലാം അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന ശ്രീരാമ ഭക്തരായിരുന്നു. വിവിധ കോച്ചുകളെ ബന്ധിപ്പിക്കുന്ന വാക്വം പൈപ്പുകൾ തകർത്തുകൊണ്ടായിരുന്നു ജിഹാദികളുടെ ആക്രമണം. പുറത്തുനിന്ന് വാതിലുകൾ കുറ്റിയിട്ട ശേഷം കോച്ചുകൾക്ക് തീയിട്ടു. ഇങ്ങനെയാണ് 27 സ്ത്രീകളും പിഞ്ചു കുട്ടികളും ഉൾപ്പെടെ 59 രാമഭക്തർ ഗോദ്ര തീവണ്ടി സ്റ്റേഷന് സമീപം വെന്തുമരിക്കുന്നത്. ഗോദ്ര സ്റ്റേഷന് സമീപം വലിയ അഗ്നിബാധയുണ്ടായി എന്ന വിവരം ലഭിച്ചയുടൻ തന്നെ ഫയർ യൂണിറ്റുകൾ അവിടേക്ക് കുതിക്കാൻ തുടങ്ങി. പക്ഷേ ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക മുസ്ലിം നേതാവും കോൺഗ്രസ് നേതാവുമായ ഹാജി ബിലാലിൻ്റെ നേതൃത്വത്തിൽ ഫയർ യൂണിറ്റുകളെ തടയുകയായിരുന്നു. വാഹനം തടഞ്ഞുവെന്ന് മാത്രമല്ല, വാഹനത്തിൻ്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ദേശീയ തലത്തിലും സംസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഗുജറാത്തിൽ വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1965-ലും 69-ലും 85-ലും രക്തരൂക്ഷിതമായ കലാപങ്ങൾക്ക് ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചു. ഈ കലാപങ്ങളിലെല്ലാം വലിയ തിരിച്ചടിയേറ്റ ഹൈന്ദവ സമൂഹത്തിന് ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നതായിരുന്നില്ല ഗോദ്രയിലെ സംഭവം. ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായ പ്രതികരണം ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടു. ഗോദ്രാനന്തര കലാപത്തെ മുസ്ലിം വംശഹത്യ എന്നൊക്കെയാണ് പൊതുവെ മാധ്യമങ്ങളും ബുദ്ധിജീവികളും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ 2005-ൽ UPA സർക്കാരിൻ്റെ കാലത്തുള്ള ആഭ്യന്തര സഹമന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത്. കലാപത്തിൽ കൊല്ലപ്പെട്ടവരിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളുമുണ്ട്. നാശനഷ്ടത്തിൻ്റെ കണക്കെടുത്താലും അങ്ങനെ തന്നെ. പിന്നീട് എങ്ങനെ ഇതൊരു മതവിഭാഗത്തിനെതിരെയുള്ള സംഘടിതമായ ആക്രമണം എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു എന്ന ചോദ്യം ഉയരുന്നു. ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന് നേരെയുണ്ടായ ആക്രമണത്തെപ്പറ്റി വിശദമായി പഠിച്ച നാനാവതി കമ്മീഷൻ 2008-ലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ ഭാഗമാണ് സംഘടിതമായ ആക്രമണം എന്ന വിലയിരുത്തലാണ് റിപ്പോർട്ടിലുള്ളത്. 2011-ൽ വിചാരണ കോടതി 31 ഇസ്ലാമിസ്റ്റുകളെ കേസിൽ ശിക്ഷിച്ചു. ഇതിൽ 11 പേർക്ക് വധശിക്ഷ നൽകി. ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് MP എഹസാൻ ജാഫ്രിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ സബർമതി എക്സ്പ്രസിന് നേരെ നടത്തിയ ആക്രമണത്തിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ഗായത്രി എന്ന കൊച്ചുകുട്ടിയെപ്പറ്റി മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഗുജറാത്ത് കലാപം എന്നത് ഏകപക്ഷീയമായി
മുസ്ലിങ്ങൾക്ക് നേരെ നടന്ന ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കാനാണ് അന്നും ഇന്നും ശ്രമം നടക്കുന്നത്.